കുഞ്ഞച്ഛൻ്റെ മോളല്ലേടി? ആന്നേ അവക്കടെ പുറകെ കോകുട്ടി മനുണ്ടല്ലോ. ആ ശരിയാണ് കേട്ടാ. അവള് വെള്ളം എടുക്കാൻ വന്ന ഉടനെ അവനും പുറകെ പരിപാടി. പൈപ്പിൻ ചൂട്ടിലെ പ്രണയം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ്. അപ്പം ആദ്യമായിട്ട് നായകനായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ തീരുമാനിക്കുന്നത്. വളരെ മുന്നേ തന്നെ ഡോമിൻ ഈ സിനിമയുടെ കഥയായിട്ട്, അതിന് എൻ്റെ സംവിധായകൻ ഡോമിൻ ഡിസിൽവി കഥയായിട്ട് വന്നിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഞാൻ ഈ സിനിമ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഡോമിൻ പക്ഷെ പറഞ്ഞ കഥയിലൊരു ഭയങ്കര സ്പാർക്ക് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ഡോമിന് നമുക്കിത് അവിടെ നിൽക്കട്ടെ, നമുക്കിത് നമ്മൾ രണ്ടുപേരും കോൺഫിഡൻ്റ് ആകുമ്പോൾ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അതിനൊരു സമയം കൊടുത്തു. പൈപ്പിൻ ചൂട്ടിലെ പ്രണയം ഒരു ഫുൾ ഫൺ ഇൻഫോർടൈൻമെൻ്റ് ആയിരിക്കും. അതിനകത്തൊരു ഇൻഫോർമേഷൻ നമ്മൾ പറയുന്നുണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നൊരു പക്ക ഇൻഫോർടൈൻമെൻ്റ് ആയിരിക്കും പടം. പിന്നെ നമ്മളിതുവരെ മലയാളത്തിൽ കാണാത്ത ഒരു പശ്ചാത്തലം സിനിമയിലുണ്ട്. നമ്മളിതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സൗണ്ടിനും വിഷ്വലിനും ഈക്വൽ സെയിം 50-50 റേഷ്യോയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് പൈപ്പിൻ ചൂട്ടിൽ. ഓവർ ദ ടൈം ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുപാട് ഇവോൾവ് ചെയ്തു. നമ്മൾ 3-4 ഡ്രാഫ്റ്റുകൾ ചെയ്തു. അതിനുശേഷം മെക്സിക്കൻ അവാർ എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ ഒരു ആക്ടിങ് കരിയറിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കിയ ഒരു കഥാപാത്രം. ആ സിനിമ ഒരുമിച്ചിരുന്ന് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞാനും ഡോമിനും കൂടെ ഡിസൈഡ് ചെയ്ത് നോക്കി നമുക്ക് ഇനി സിനിമ ചെയ്യാം എന്ന് പറയുകയും അപ്പോഴേക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ഭയങ്കര നല്ല കുറേ ഒരു ഫാക്ടേഴ്സ് വന്ന് ചേരുകയും ചെയ്തു. അങ്ങനെ പൈപ്പിൻ ചൂട്ടിലെ പ്രണയം സിനിമ ആയി. അതിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നു. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ്, യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത്. അതേപോലെ റീബ ജോൺ ആണ് എൻ്റെ ഹീറോയിൻ. കൂട്ടത്തിൽ നിന്നു ഞാൻ കണ്ടുപിടിച്ചൊരു വെള്ളിയറ എന്നും നീയാണ്. പൈപ്പിൻ ചൂട്ടിലെ പ്രണയത്തിലെ ടീന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഈ സ്റ്റോറി ആദ്യം ഡോമിൻ ഡിസിൽവ, ദാറ്റ് ഈസ് നമ്മുടെ പൈപ്പിൻ ചൂട്ടിലെ പ്രണയത്തിൻ്റെ ഡയറക്ടർ, ആദ്യം ഡോമിൻ ചേട്ടൻ എന്നോട് ഈ കഥേനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സ്പാർക്ക്, എസ്പെഷ്യലി ടൈറ്റിൽ നെയിം കേട്ടപ്പോൾ തന്നെ എനിക്കൊരു സ്പാർക്ക് തോന്നി ഫോർ ഷുവർ. പിന്നെ സ്റ്റോറി വായിച്ചപ്പോഴാണ് എനിക്ക് കൺവിൻസ് ആയത്. ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമ്മുടെ സിറ്റി ലൈഫ് അതെയോ നമ്മുടെ ഒരു മോഡേണിസം അങ്ങനെയൊന്നും ബേസ് ചെയ്ത് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ല. ഒരു ചെറിയൊരു ഐലൻഡിൽ നടന്നിട്ടുള്ള ഒരു കുറച്ച് ഇവൻറ്റ്സ് മനസ്സിൽ വെച്ചാണ് ഡോമിൻ ചേട്ടൻ ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. സോ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവിടെ നടന്ന കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഫിലിമാണ് പൈപ്പിൻ ചൂട്ടിലെ പ്രണയം. എൻ്റെ സോങ് ബിജി ബാലാണ്. ബിജേട്ടനായിട്ട് ഞാനൊരു 1.5 years ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സോങ് ഫൈനലൈസ് ചെയ്തത്, നമ്മൾ ചെയ്തതെല്ലാം. വിജയേട്ടനാണെങ്കിലും സ്ക്രിപ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് നമ്മളോട് ഒരുപാട് സഹകരിച്ചു. ഇതിലെ ലിറിക്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം എടുത്തു. ഈ കഥയിലെ പശ്ചാത്തലവും അവിടെയുള്ള ആളുകളുമായിട്ട് അവർ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ തന്നെ ഇതിൻ്റെ ലിറിക്സ് നമ്മൾ ലിറിക്കിൽ യൂസ് ചെയ്തിട്ടുണ്ട് ചില വാക്കുകൾ. അപ്പോൾ ഫസ്റ്റ് സോങ് ഇറങ്ങി കായലറമ്പിൽ, ലവ് സോങ്, അത് അത്യാവശ്യം സക്സസ് ആയി. ആൾക്കാർ നല്ല അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോൾ വളരെ സന്തോഷം. ഈ കഥയ്ക്കില്ല, അതുകൊണ്ടാണ്. ഒന്നുമില്ല, ഇതിനകത്തൊരു കൂലിപ്പണിക്കാരനായിട്ട്, ഡാൻസറായിട്ട്, മീൻപിടുത്തക്കാരനായിട്ട്, ഫുൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ നമ്മളെ പോലെയൊക്കെ തന്നെ റിയാക്ട് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു യുവാവ്. അപ്പോൾ അതിൽ എല്ലാ ഫീച്ചേഴ്സും നീരജിനുള്ളത് കൊണ്ടാണ്. പിന്നെ നീരജിനൊരു സ്പെഷ്യൽ എനർജി, നമ്മൾ ഡാൻസ് എലമെൻറ്റ് കുറച്ച് കൂടുതലുണ്ട് പടത്തിൽ. മൊത്തത്തിലൊരു യങ് ക്രൂ ഇതിലോട്ട് വരികയും മൊത്തത്തിൽ പടം ഒരു എന്താ പറയുക, ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു ഷൂട്ടിങ്ങിലോട്ടേക്ക് കയറി. ഒരു തുരുത്തിലായിരുന്നു ഷൂട്ട്, ഒരു പച്ചാളത്തിനടുത്തൊരു തുരുത്ത്. അവിടേക്ക് വഞ്ചിയിൽ മാത്രമേ പോകാനും വരാനും പറ്റുള്ളൂ. ആ തുരുത്തിൻ്റെ കഥയാണ് ശരിക്കും പൈപ്പിൻ ചൂട്ടിലെ പ്രണയം. അപ്പോൾ ഇതിനകത്ത് പ്രണയവും ഉണ്ട്, അതുപോലെ തന്നെ വിപ്ലവവും സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള കാരണം എൻ്റെ സബ്ജക്റ്റ് തന്നെയാണ്. കാര്യം ഈ സിനിമയുടെ സബ്ജക്റ്റ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഡോമിനാണ്. അന്ന് എനിക്ക് ഡോമിന് വലിയ പരിചയമൊന്നുമില്ല. മെക്സിക്കൻ അവാർഡ് ലൊക്കേഷൻ വെച്ച് കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ ഈ ക്യാരക്ടർ, ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡെപ്തുള്ളൊരു ക്യാരക്ടർ തോന്നി. ഞാനപ്പോൾ ചോദിക്കുകയും ചെയ്തു ഡോമിനോട്, ഞാൻ ചെയ്തത് ശരിയാവുമോ, ഞാനൊരു കോമഡി ക്യാരക്ടറൊക്കെ ചെയ്യുമല്ലേ, ഇതിനൊരു ഇമോഷണൽ സൈഡ് കുറവുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇല്ല നീ തന്നെ ചെയ്താൽ മതി, അതുകൊണ്ടാണ് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഡോമിനുള്ള സൗഹൃദം, അത് എനിക്ക്
ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പുള്ള സൗഹൃദം ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഗുണമായിട്ട് തോന്നി എനിക്ക്. കാര്യം പുള്ളിയായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യവും. പിന്നെ പുള്ളിക്ക് അതിനുള്ള വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു സിനിമയെക്കുറിച്ച്, എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇതിനകത്ത് കൂടെ അഭിനയിച്ച നീരജിനെ സംബന്ധിച്ചിട്ട് ഞാൻ നീരജും ഇതിനു മുമ്പ് സപ്തമശ്രീ എന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്. പിന്നെ മെക്സിക്കൽ ഭാരതത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന് മുമ്പുള്ള സൗഹൃദമാണ്. അതും എനിക്ക് വളരെ ഗുണം ചെയ്തു. കാര്യം ഈ സിനിമയിലേക്ക് തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നീരജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പിന്നീട് അറിഞ്ഞ് ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ അങ്കമാലി ഡയറീസ്. ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രമ്യ. അതിൽ സുധി കോപ്പ എന്ന് പറഞ്ഞ ആക്ടർ സുധിയേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അയ്യപ്പൻ്റെ ഭാര്യയായിട്ടാണ് ചെയ്യുന്നത്. രമ്യ എന്നുള്ള ക്യാരക്ടറാണ്. അതിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതിൻ്റെ ഷൂട്ട് മൊത്തം ഉണ്ടായിരുന്ന തുരുത്തിലാണ്. കൊച്ചിയിൽ നിന്ന് കുറച്ച് നീങ്ങി നിൽക്കുന്ന താന്തോന്നി തുരുത്ത് എന്ന തുരുത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നമ്മൾ നീരജ്, അജു, അപ്പാനി രവി, നമ്മൾ ശരത്ത്, പിന്നെ അത് കൂടാതെ നമ്മുടെ ഒരുപാട് ക്യാരക്ടർ ആർട്ടിസ്റ്റുകളുണ്ട്. 10-35ഓളം പേരുണ്ട്. ഇപ്പോൾ ജാഫർ ഇടുക്കി, തെസ്നിഖാൻ, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മളൊന്നിനും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിന്നെ സൗണ്ടിലും നമ്മൾ ലൈവ് റെക്കോർഡിങ് കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത് ബോണി എംജോയ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്താണ്. ബോണി ഒരുപാട് ബോളിവുഡ് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗാങ്സ്റ്റർ വാസപ്പൂർ അങ്ങനത്തെ ഒരുപാട് പ്രോജക്ട്സിൽ പുള്ളി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മിക്സിങ് നമ്മളെ സിനോയ് ജോസഫാണ്. തൊട്ടെന്റെ വീടിന്റെ വാതിക്കെ കാത്തത് നിന്റെ മുഖമാണ്. മാനത്ത് മൂവന്തി ചായമടിച്ചു വരച്ചത് നിന്റെ പടമാണ്. അവൻ്റെ പാട്ടുകൾ ഇറങ്ങി, ടീസറുകൾ ഇറങ്ങിയപ്പോഴൊക്കെയും ഉണ്ടായ ഒരു വളരെ പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടുതലാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ട്. കാരണം ഈ സിനിമയ്ക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ടീന എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ ചിപ്പിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് കുറേ ഫിസിക്കലി ആയാലും ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടി വന്നു. ഹെയർ സ്റ്റൈലിലായാലും മേക്കപ്പ് ആയാലും എല്ലാം ഒരു കംപ്ലീറ്റ്ലി ഒരു ഡ്രസ്സിങ് സെൻസ്, എസ്പെഷ്യലി ഡ്രസ്സിങ് ആയാലും ഒരു ഐലൻഡിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയ കാരണം അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് മാച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നു. സോ കുറച്ചൊരു റീസേർച്ച് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ടീനയുടെ. ഷീ ഈസ് എ വെരി ഹംബിൾ ഗേൾ. ഒരു സിമ്പിൾ ഫാമിലി എന്ന് പറയുന്നൊരു ഗേളാണ്. അപ്പോൾ അവരുടെ ഒരു റൊമാൻസും അവരുടെ ഒരു പ്രണയം അതെല്ലാം ക്യാപ്ചർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയാണ് പൈപ്പിൻ ചോട്ടിലെ പ്രണയം. ഇന്നലെ വരെ ഭാരം, ഇന്നവനൊരു താരം, നാളെ നമ്മളുമാകും താരം. ഡോമിൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു ശരിക്കും. കാരണം ഒരുപാട് കുറേ നാൾക്ക് ഉള്ളൊരു സിനിമയാണ്. കുറേ നാളുകളായിട്ട് നമ്മൾ പിന്നാലെയാണ്. അപ്പോൾ നമുക്കൊരു 10 മാസമായിട്ട് നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാണ്. പിന്നെ നീരജിൻ്റെ കൂടെ എക്സ്പീരിയൻസ്, കാരണം എനിക്ക് കൂടുതൽ സുധി കോപ്പയായിട്ടാണ് കൂടുതൽ എൻ്റെ കോമ്പിനേഷൻ സീൻസ്. എല്ലാത്തരം നമുക്കറിയാവുന്ന ഒരു പൈപ്പിൻ ചൂടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ ചെറുപ്പം തൊട്ട് ഞങ്ങളൊക്കെ കുടിവെള്ളത്തിന് കുറേ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് കൊച്ചി ജീവിച്ചു. അത് ഈ കഥയായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്നൊരു സാഹചര്യങ്ങളൊക്കെ സിനിമയിൽ കുറേ ഉണ്ട്. പിന്നെ അതിനകത്ത് കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, ഇപ്പോൾ ധർമ്മജനായാലും കോൾക്കട്ടിക്കാരനാണ്. പിന്നെ ഇതിനകത്ത് ഋഷി ഉണ്ട്, ശ്രീനാഥുണ്ട്, ജാഫർ ഇടുക്കി, നാരായണൻകുട്ടി ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മഞ്ജു, അങ്ങനെ ഇഷ്ടംപോലുള്ള ആർട്ടിസ്റ്റുണ്ട്. എല്ലാവരും ഭയങ്കര ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരു സീനിൽ വരുന്നവർക്ക് തന്നെ ഐഡൻറ്റിറ്റി ഉണ്ട് ഈ പടത്തിൽ എല്ലാ ക്യാരക്ടറും. എൻ്റെ ഒരു ബിഗിനർ സംബന്ധിച്ച് ആസ് എ ബിഗിനർ എനിക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു ക്യാരക്ടറാണ് രമ്യ. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും സിനിമ കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു, കാരണം വളരെ ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ രമ്യ എന്ന് പറഞ്ഞ ക്യാരക്ടറിനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബിഗിനർ സ്റ്റേജിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഡോമിൻ ചേട്ടൻ ഒരുപാട് നന്ദി. ഒരു ക്ലീൻ സിനിമയായിരിക്കും, ഒരു ഫൺ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും പടം. ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 100 കൊടുത്ത് തിയേറ്ററിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ആയി പോകാൻ പാടില്ല എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. നല്ല കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് പൈപ്പിൻ ചോട്ടിലെ പ്രണയം. വെള്ളമില്ലാത്ത നാട്ടിൽ കിടന്ന് എന്ത് പ്രേമിക്കാനാണ് ഇവൻ? കെട്ടുപടി കെട്ടിയിട്ട് എന്തെടുക്കാനാ? പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് തന്ന വിജയേട്ടൻ. പുള്ളി 3 പടങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും
എല്ലാത്തിനും പുള്ളി വിദേശത്താണെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത വിജയേട്ടനും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ചെറിയ ഫിലിം ആണെങ്കിലും വലിയ വലിയ ഡ്രീംസാണ്. അപ്പോൾ ഈ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോയി കാണണം തിയേറ്ററിൽ on the 24th. സോ താങ്ക് യു സോ മച്ച്. കായലിറമ്പില് ചാഞ്ഞ കൊമ്പില് കാത്തിരിക്കണ പൊന്മാന് നിന്റെ തുള്ളത്തിനെ കണ്ണെടുക്കാതെ നീ നോക്കിയിരിക്കണതെന്താണ്? അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പം ഇതിൻ്റെ ആദ്യ വാരം തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കാരണം അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഇതുപോലുള്ള നല്ല സിനിമകൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇനി ഉണ്ടാവുക. അത്തരം പ്രൊഡ്യൂസർമാരെയും സംവിധായകരെയും സിനിമകളെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോഴാണ് ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവുക. അപ്പോൾ ഇത് ഫസ്റ്റ് വീക്ക് തന്നെ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിരിക്കുന്നത്, ഞങ്ങളെല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ ആവണം എന്ന് അഭ്യർത്ഥിക്കുന്നു.